ഹായ്, ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ? ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു കേക്കാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതിനായി ഞാൻ ആദ്യം ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡർ മുട്ടയെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് കശുവണ്ടി, ഉണക്കമുന്തിരി, മഞ്ഞ, കറുപ്പും. ഇത് നമുക്കിനി ആ ചോക്കോ പൗഡർ മുട്ടയിലേക്കും ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട്. ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാരയെല്ലാം അലിഞ്ഞ് പോകുന്നത് വരെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. ഇനി ഇത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയിലും നമ്മുടെ മൈദപ്പൊടിയും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വരണം. ഇതിപ്പോൾ നന്നായി മിക്സ് ആയി വന്നിട്ട് ബാറ്ററായി വന്നിട്ടുണ്ട്. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അതിന് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അടിയിൽ ഭാരമുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ചെടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റ് ഒന്ന് പിടിക്കാതിരിക്കാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ ബാറ്റർ ഒഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ നെയ്യ് എല്ലാ ഭാഗത്തും ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ആവിയിൻ്റെ ചൂടിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ബാറ്റർ ഒന്ന് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. ഇതൊരു പരന്ന പ്ലേറ്റിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു പരന്ന കേക്കാണ് വരിക. അധികം കട്ടിയും തിക്നെസ്സും ഉണ്ടാവില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വറുത്ത മുന്തിരിയുണ്ട്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ, ഗ്രേറ്റഡ് കോക്കനട്ട്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചിട്ട് 1 മണിക്കൂർ വരെ ഞാൻ ഇത് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1 മണിക്കൂറായപ്പോൾ ഞാനൊന്ന് നോക്കി. ഇപ്പോൾ ഇത് കേക്കായി വന്നിട്ടുണ്ട്. ഇതാ, ഞാൻ പിന്നെ പിറ്റേന്ന് രാത്രി ഉണ്ടാക്കി രാവിലെയാണ് പുറത്തെടുത്തത്. ഇപ്പോൾ നമ്മുടെ കേക്ക് പ്ലേറ്റിനൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇത് തന്നെ ഇന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാൻ മുട്ട കുറച്ചത് കൊണ്ട് ആണ് തോന്നുന്നു കുറച്ച് കട്ടി അധികമായിരുന്നു. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ചോക്ലേറ്റ് കേക്ക് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ കേക്കായതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തിക്നെസ് കുറവായിരുന്നു, അടിപൊളി ടേസ്റ്റുമായിരുന്നു. നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.